ലാളിത്യം, വിനയം എന്ന് പറയുന്നത് ഒരു അടവ് നയമാണോ? അതായത് വിനയത്തിലിരിക്കുക, പിറകോട്ട് വരിക, എന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള നിലയിൽ ചിലപ്പോൾ വിനയം എന്നുള്ളത് ഒരു അടവ് നയമായിട്ട് എടുക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ അതിനെ വിശകലനം ചെയ്തപ്പോൾ അതൊരു തന്ത്രമായിരുന്നില്ലേ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം അത് എന്നോ ഞാൻ ശീലിച്ചൊരു കള്ളത്തരമാണ്. എങ്ങനെയെന്ന് ഒഴിഞ്ഞു കാരണം ഞാൻ സണ്ട പറഞ്ഞില്ല. അപ്പം അതങ്ങനെ അങ്ങനെ അങ്ങനെ ശീലമായി. ഇപ്പൊ കള്ളത്തരമല്ല, അതങ്ങ് പഠിച്ചു. അപ്പൊ ഈ കള്ളത്തരം എന്ന് അല്ലാതെ ചിലപ്പോൾ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അതൊരു നല്ല കാര്യമാണ്. വിനയം, ലാളിത്യം എന്ന് പറയുന്നത് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് വരാം. പക്ഷേ വിനയമില്ലാത്ത ഒരുപാട് പേര് അധികാരത്തിലുണ്ട്. അപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്ന മനുഷ്യരെ നടൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? നമ്മോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നവർ നമ്മോട് തോന്നുന്ന നമ്മളോടുള്ള ഈ പെരുമാറ്റത്തിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ, നാട്ടുകാരൻ എന്ന നിലയിൽ, പൗരൻ എന്നുള്ള നിലയിൽ എന്താണ് തോന്നാറുള്ളത്? ചില നേതാക്കന്മാരുടെ പെരുമാറ്റങ്ങൾ, അത് ഇന്ന രാഷ്ട്രീയക്കാർ എന്നൊന്നുമില്ല, ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. നമുക്കൊരു ചിരിച്ച മുഖം കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അപ്പം നമുക്ക് എന്ത് തന്നാലും തന്നില്ലെങ്കിലും അടിയിലൂടെ എന്ത് പണിയെടുത്താലും അല്ലെങ്കിൽ നേരിട്ട് തുറന്ന് സഹകരിച്ചാലും അത് നമ്മളിൽ സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് നമ്മളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു വലിയ സന്തോഷമാണ്. അപ്പം അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും രാഷ്ട്രീയം നോക്കാതെ പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് നമ്മളോടൊക്കെ ചിരിച്ചും വേദിയിലൊക്കെ വരുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ എങ്ങനെയാണ് അവരുടെ ബാക്കി പ്രവർത്തനമെന്ന് പറയാനുള്ള ഒരു ആഴത്തിലുള്ള രാഷ്ട്രീയം അറിയില്ല, എങ്കിലും അങ്ങനെയാണ്. എല്ലാവരും ചിലപ്പോൾ ഒരുപാട് അടുത്ത് കാണുമ്പോൾ ഒരു ആരാധന തോന്നും. പിന്നെ ഞാൻ അദ്ദേഹങ്ങളുടെ ആരാധകനാണ്, അത്രേ എനിക്കറിയൂ. പ്രചോദിപ്പിച്ച ഇന്ദ്രൻസ് ചേട്ടന് വ്യക്തി എന്നുള്ള നിലയിൽ പ്രചോദിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാരാണ്? അല്ലെങ്കിൽ ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകാം ഓർമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ കർമ്മമണ്ഡലത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ. എനിക്ക് അങ്ങനെ ഒരു ആരാധന തോന്നി, ഒരു ഇഷ്ടം തോന്നുക ചെയ്തത് E.K. നായനാർ സഖാവാണ്. അദ്ദേഹം തമാശ പറയുന്നുണ്ട്, തുറന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിന്ന് കുറച്ച് അരുകും ഉളുമ്പൊക്കെ ചേർത്താൽ നമുക്ക് സിനിമയിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു കള്ളക്കണ്ണിലേ കാണുള്ളൂ. എന്ത് കണ്ടാലും, ഒരു വ്യക്തിയെ കണ്ടാലും അവരെ നിരീക്ഷിച്ചിട്ട് അതിന്ന് എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു തോന്നലാണ്, ഒരു കൊതിയാണ് എപ്പോഴും എനിക്കുള്ളതേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കള്ളക്കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നടനാണ് നമ്മുടെ മനസ്സിൽ. ഹോം എന്നുള്ള സിനിമയിലൊക്കെയുള്ള ഉജ്ജ്വലമായ ഒരു അഭിനയം. തൻ്റെ പഴയ കഥാപാത്രങ്ങളെ ഒരു കള്ളക്കണ്ണിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഈ ഇന്ദ്രൻസ് ചേട്ടൻ തൻ്റെ പഴയ ഹാസ്യ നടനെ ഇന്ന് നിൽക്കുന്ന ഈ ഗൗരവമുള്ള മനുഷ്യരെ വല്ലാത്ത സങ്കടത്തിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിലൂടെ ആണെങ്കിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നൊരു സംഭവമുണ്ട്. തൻ്റെ പഴയ ഈ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളെക്കുറിച്ച് ഇന്ന് ആലോചിക്കും, ഇന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. പിന്നൊന്ന്, അന്നത് ഒരു നാണവും തോന്നാതെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് തൊലിക്കട്ടിയൊക്കെ കൂടിയതും പിന്നെ അതിലിങ്ങനെ പരുവപ്പെട്ട് വന്നതുമെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. അത് ശരിക്കും എന്നെ ഒരുപാട് സഹായിച്ചതും ഈ വളർച്ചയ്ക്കൊപ്പം മാധ്യമങ്ങളൊക്കെ വളർന്നില്ലേ, ടി വിയും കാര്യങ്ങളൊക്കെ വന്ന് അന്ന് ചെയ്ത കഥാപാത്രങ്ങൾ നിരന്തരമായിട്ട് തലമുറ മാറുന്നതനുസരിച്ച് അത് ടി വിയിൽ അവർ കാണുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ അഭിനയത്തിനോ സിനിമയ്ക്കോ വലിയൊരു ഗ്യാപ്പ് വന്നാലും അവരെ മനസ്സിലത് മുറിയാതെ പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊക്കെയാണ്, അന്ന് ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അന്നത് എൻ്റെ രൂപത്തിന് അതേ ചേരത്തുള്ളൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ എത്രത്തോളം അങ്ങറ്റം എത്താൻ പറ്റുമോ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളത് കിട്ടിയാൽ ഇന്നും ആ കുറ്റമൊക്കെ തീർത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതായത് ഒരു നല്ല ഹാസ്യ കഥാപാത്രത്തെ കൊതിക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ കിട്ടിയാൽ അങ്ങനെ ഒരുപക്ഷെ സംവിധായകർക്ക് മുമ്പിൽ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു നടന് ഒരുപാട് ചിരിപ്പിക്കുന്നൊരു വേഷം അങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയാൽ ചെയ്യും. അങ്ങനെ ചെയ്യാം. എന്നുവെച്ചാൽ ഇപ്പം ചിരിക്കാനാണ് ആർക്കും സമയമില്ലാത്തത്. ജീവിതത്തിൽ അന്നത്തെ പോലെയല്ല, ഇപ്പം കാലം ഒരുപാട് മാറി. ഒരു കുഞ്ഞു കുട്ടി പോലും ഭയങ്കര തിരക്കിലാണ്. അവനും
ടൈം ടേബിൾ നോക്കി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ചിരിക്കാൻ സമയമില്ല. അപ്പോൾ അതിനിടയ്ക്ക് വീണ് കിട്ടുമ്പോൾ അത് ഈ കാർട്ടൂൺ അല്ലാതെ സിനിമ എന്ന പേരിലെങ്കിലും എന്തെങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു സുഖം തോന്നും നമുക്ക്.